ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. താവത് സംസാരചക്രേസ്മിൻ ഭ്രമതേ ജ്ഞാനദഃ പുമാൻ യാവത് കർണഗതാ നാസ്തി ശുകശാസ്ത്രകഥാക്ഷണം. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ ഭാഗവതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് എന്താണ്, നമ്മളെപ്പോലെയുള്ളവർക്കുള്ള ഗുണം എന്താണ്, അതാണ് പറയുന്നത്. ഇത് അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള സുഹൃതികൾക്ക് വേണ്ടിയല്ല, പിന്നാലെ വരാൻ പോകുന്ന ഈ കലിയുഗത്തിൽ പിറക്കാനിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ഒരു മുൻകൂട്ടി തരുന്ന ഒരു ഉപദേശമാണ്. എന്താ പറയുന്നത്? താവത്, അതുവരെ സംസാരചക്രേസ്മിൻ, സംസാരചക്ര അസ്മിൻ, ഈ ഒരു സംസാരചക്രത്തിൽ, നമ്മളൊക്കെ ഈ ഒരു സംസാരചക്രത്തിൽ, ജനന മരണ ചക്രത്തിൽ കിടന്ന് ഉഴന്നുകൊണ്ടിരിക്കുകയാണ്. ഭ്രമതേ അജ്ഞാനത പുമാൻ, ഭ്രമതേ അജ്ഞാനത ആണ്. ഈ അജ്ഞാനം കൊണ്ട്, വേണ്ട അറിവ് കിട്ടാത്തത് കൊണ്ട് ഭ്രമതേ, കിടന്ന് ചുറ്റിത്തിരിക്കുകയാണ് ഈ ഒരു സംസാരചക്രത്തിൽ കിടന്നുകൊണ്ട്. ജനനം മരണം, ഇതിൽ നിന്നൊന്ന് ഈ ഒരു ചക്രം ഭേദിച്ചൊന്ന് പുറത്ത് കടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അപ്പോൾ വരെ ഈ ഒരു സംസാരചക്രത്തിൽ കിടന്നുഴന്നുകൊണ്ടേയിരിക്കും. യാവത്, എപ്പോൾ വരെ കർണഗത, ഈ നമ്മുടെ കാതുകളിൽ ഇതൊന്ന് കടക്കുന്നില്ലയോ, എന്ത്? നാസ്തി, നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ, എപ്പോൾ വരെ ഇത് കാതുകൾക്ക് ആ ഒരു ഭാഗ്യമുണ്ടാകുന്നില്ലയോ, എന്ത്? ശുകശാസ്ത്ര കഥാക്ഷണം. ശുകശാസ്ത്രകഥ, ഈ ഒരു ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ഒരു ശാസ്ത്രം, ഈ ഒരു ഭാഗവത കഥ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്നെന്നും നിലനിൽക്കുന്നതെന്തോ, സത്യമായി നിലനിൽക്കുന്നതെന്തോ, മാറ്റമില്ലാതെ നിലനിൽക്കുന്നതെന്തോ, അത് ശാസ്ത്രം. നമ്മളൊക്കെ സാധാരണ കാണുന്ന ശാസ്ത്രം നമ്മൾ പറയാറുണ്ട്, അതിന് കാലത്തിനനുസരിച്ച് അതിന് പല മാറ്റങ്ങളും വരുന്നുണ്ട് അല്ലേ? ഏതൊരു ശാസ്ത്രശാഖയെ എടുത്താലും, അത് രസതന്ത്രമായിക്കോട്ടെ, ഊർജതന്ത്രമായിക്കോട്ടെ, ഏതൊരു ശാസ്ത്രശാഖ എടുത്താലും അതിനൊക്കെ കാലത്തിനനുസരിച്ച് ഇന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ നാളെ ഒരു കാലം ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് വരാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് തെറ്റാണെന്ന് അതേ ശാസ്ത്രം തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരാം. എന്നാൽ ഭാഗവതം എന്ന ഈ ഒരു ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ഒരു ശാസ്ത്രത്തിന്, ഈ ഒരു കഥയ്ക്ക് മാറ്റമില്ലാതെ നിത്യസത്യമായി അത് എന്നും നിലനിൽക്കുന്നതാണ്. ക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം വരെ, എപ്പോൾ വരെയാണോ നമ്മുടെ കാതുകളിൽ ഈ ഒരു ഭാഗവത കഥ കേൾക്കുവാനുള്ള ഒരു ഭാഗവത കഥ നമ്മുടെ കർണങ്ങളിലേക്ക് പതിക്കുന്നില്ലയോ, അപ്പോൾ വരെ ഈ ഒരു സംസാരചക്രത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ ഉഴന്നുകൊണ്ടേയിരിക്കും, ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. അഥവാ നമുക്കറിയാം, പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് ഈ ഒരു ഭാഗവത കഥ കേട്ടതിലൂടെ തന്നെ മോക്ഷത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. അതായത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ഈ ഒരു സംസാരചക്രത്തിൽ നമ്മൾ പെടാൻ കാരണം തന്നെ ബന്ധനങ്ങളാണ്. നമുക്ക് ചിലതിനോടൊക്കെ പ്രിയം, എങ്ങനെ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയാൽ, നമ്മുടെ ഒരു കാലം അവസാനിച്ചാൽ ഇതൊക്കെ എങ്ങനെ നടക്കും, ഇതൊക്കെ ആര് ചെയ്യും, തുടങ്ങിയ പലതരത്തിലുള്ള ബന്ധനങ്ങളാണ്. അത് നമ്മുടെ കർമ്മങ്ങളോടാകാം, നമ്മുടെ ബന്ധങ്ങളോടാകാം. പക്ഷെ ഓർക്കൂ, ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ കാലചക്രം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ സംസാരം, ഈ ഒരു ജീവിതം അവസാനിപ്പിച്ച് കാലചക്രത്തിനുള്ളിൽ പോയി മറയേണ്ടി വന്നതുകൊണ്ട് ലോകമെങ്ങും നിന്നു പോയിട്ടില്ല, മനുഷ്യരെങ്ങും നിന്നു പോയിട്ടില്ല, ഒരു കർമ്മവും അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. പിന്നീട് വരുന്നവരുടെ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെങ്ങും ഒരു തടസ്സമുണ്ടാകുന്നില്ല. ലോകത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് എങ്ങും ഉണ്ടാകുന്നില്ല, ഒരു നിൽപ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമ്മളുടെ അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അജ്ഞാനം കൊണ്ടാണ് മനുഷ്യൻ ഈ ഒരു സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നത്. നമ്മുടെയൊക്കെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടി ഓരോ ശരീരവും സ്വീകരിച്ച് ഈ ലോകത്തിൽ നമ്മളൊക്കെ വളരെ കുറച്ചു കാലം ജീവിക്കുമ്പോൾ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം
ഈശ്വരാർപ്പണമായി ചെയ്യാൻ കഴിഞ്ഞാൽ, ഭഗവാനെ ഈ ഒരു പരമസത്യത്തെ നമുക്കൊക്കെ ശരിയായി അറിയാൻ കഴിഞ്ഞാൽ, ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ഒരു പക്ഷേ ഈ ജന്മം അല്ലെങ്കിൽ ഇനിയും വരും ജന്മങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയാണല്ലോ ഇനിയും വരുന്ന ജന്മങ്ങൾ. അപ്പോൾ എവിടെ നിർത്തുന്നുവോ അവിടെ നിന്നും തുടങ്ങും. അതായത് നമുക്ക് എത്രമാത്രം ഗ്രഹിക്കാൻ കഴിഞ്ഞുവോ അതിൻ്റെ ബാക്കിയാവും പിന്നീടുള്ള ഓരോ ജന്മങ്ങളിൽ നമുക്ക് വരുന്നത്. നമ്മളൊക്കെ ഓരോ സീരിയലിലും സീരീസിലും ഒക്കെ കാണുന്നത് പോലെ ഇന്ന് എവിടെ നിർത്തുന്നുവോ നാളെ അതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ജന്മവും. ഇന്ന് എവിടെ ഈ ജന്മം അവസാനിക്കുന്നുവോ അതിൻ്റെ തുടർച്ചയായി അടുത്ത ജന്മം ഉണ്ടാകുന്നു. ഈ ഒരു ആധ്യാത്മികമായ സംസ്കാരം ഈ ഒരു ജീവനോടൊപ്പം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാകട്ടെ അങ്ങനെ പല ജന്മങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം കൊണ്ട് ആ ഒരു ആത്മസംതൃപ്തിയിലേക്ക്, ആത്മബോധത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ചിലപ്പോൾ 7 ജന്മങ്ങളാവാം, 70 ജന്മങ്ങളാവാം, 700 ജന്മങ്ങളാവാം, അറിയില്ല ഭഗവാനെ. ആ പൂർണ്ണതയിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെയൊക്കെ ഭഗവാൻ എത്തിക്കുക തന്നെ ചെയ്യും. ഈ അജ്ഞാനം ഓരോരോ നിമിഷവും ഇതറിയാൻ ശ്രമിക്കും തോറും നമ്മളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. ഓരോ ജന്മവും നമ്മുടെ പരിശുദ്ധിക്കുള്ളതായി തീർന്നുകൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്കറിയാം നമ്മളിൽ വന്നുപെട്ടിട്ടുണ്ട്. അത് മനോവാക്കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതത്തിൽ വന്നുപെടുന്നുണ്ട്. അനുനിമിഷം വന്നു ചേരുന്നുണ്ട്. അറിയാതെയെങ്കിലും ചിലപ്പോൾ മനസ്സ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക്, ചിന്തകളിലേക്ക് വഴുതി വീഴാറില്ലേ നമുക്കൊക്കെ? അപ്പോൾ അങ്ങനെയൊക്കെ പല ചിന്തകളിലൂടെ പോലും മാലിന്യങ്ങൾ നമ്മുടെയൊക്കെ ഈ ഒരു ജീവിതയാത്രയിൽ വന്നുപെടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ മാലിന്യങ്ങളെയൊക്കെ കഴുകിക്കളയുവാൻ ഏറ്റവും നല്ലതാണ് ആധ്യാത്മികമായിട്ടുള്ള ഈ വിചാരം. ഇതുപോലെയുള്ള ഭഗവത് കഥകൾ നമ്മൾ അനുസ്മരിക്കുന്നത്, കേൾക്കുന്നത്. ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജലത്തിൽ മാലിന്യം ധാരാളം ഉണ്ടാവാം. ആ മാലിന്യം ഇല്ലാതെയാക്കാൻ എന്താ വേണ്ടത്? ശുദ്ധജലം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് പതിയെ 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 അത് ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതുപോലെ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ ഈശ്വര വിചാരത്തെ നിറച്ചുകൊണ്ടേയിരിക്കുക, വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈശ്വര സ്മരണയിലൂടെ ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധീകരണം അനുനിമിഷം നടന്ന് ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കുന്ന വിധത്തിൽ, അവിടുത്തെ ആ പദങ്ങളിലേക്ക് ഉയർത്തുന്ന വിധത്തിൽ, അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് എത്തുന്ന വിധത്തിലേക്ക്, ആ മോക്ഷപദത്തിലേക്ക് പരമമായ ശുദ്ധിയോടുകൂടി നമ്മളെ ഭഗവാൻ എത്തിക്കുക തന്നെ ചെയ്യും. അതിന് ഇതുപോലെയുള്ള പ്രത്യേകിച്ചും എടുത്തു പറയുന്നതാണ് ഭാഗവത കഥ. കാരണം സർവവേദങ്ങളുടെയും സാരമായിട്ടാണ് ഈ ഭാഗവത കഥയെ പറയുന്നത്. അതാകട്ടെ കിട്ടണമെങ്കിൽ മുൻപ് നമ്മൾ ഒരു അധ്യായത്തിൽ മഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ജന്മാന്തരെ കൃതേ പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേത്, അല്ലേ? ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഈ ഒരു ഭാഗവതം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അത് കഥയായി കേൾക്കാൻ കഴിയുന്നതാണെങ്കിലും ഗ്രന്ഥമായി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണെങ്കിലും അതിലെ ഒരു ശ്ലോകമെങ്കിലും നമുക്ക് വായിക്കാനോ പഠിക്കാനോ കഴിയുന്നത് പോലും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗവത കഥാവിചാരം, സ്മരണ, പഠനം ഇതൊക്കെ നിത്യം അനുദിനം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇത് ഭഗവാനെ തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് നമ്മളിലെ ശുദ്ധീകരണത്തിനാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ഭാഗവത കഥ വേണ്ട വിധത്തിൽ പൂർണ്ണമായി ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നത്, പിന്നെയാകട്ടെ ഈ ഒരു സംസാര ചക്രത്തിൽ വന്ന് പെടുകയില്ല എന്ന് ഇവിടെ സനകാദി മഹർഷിമാരാണ് ഉറപ്പ് തരുന്നത്, അല്ലേ? എപ്പോൾ വരെ അതങ്ങോട്ട് പൂർണ്ണമായി കിട്ടുന്നില്ലയോ അപ്പോൾ വരെ ഈ ഒരു സംസാര ചക്രത്തിൽ വന്ന് പെട്ടുകൊണ്ടേയിരിക്കും. അതിനെന്തേ വേണ്ടൂ എന്നാണെങ്കിൽ ഈ ഒരു കഥയെ, ഈ ഒരു ശാസ്ത്രത്തെ വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, സ്മരിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും. ഈ ഉള്ളവൾക്കും ഭഗവാനെ അവരോടൊപ്പം ചേർത്ത് വെക്കണമേ അവിടുത്തെ പാദങ്ങളിലെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത് സംസാര ചക്രേസ്മിൻ ഭ്രമതേ ജ്ഞാനതഃ പുമാൻ യാവത് കർണഗതാ നാസ്തി
ശുകശാസ്ത്രകഥാക്ഷണം. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സംസാരചക്രേസ്മിൻ, അവിടെ അസ്മിനാണ്, പക്ഷേ അവിടെ വിശ്ലേഷണം വന്നുകൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. ചക്രേസ്മിൻ ഭ്രമതേ ജ്ഞാനത, അവിടെ അജ്ഞാനതയാണെങ്കിൽ പോലും നമ്മൾ ആ എടുത്തു പറയേണ്ട പകരം ഭ്രമതേ ജ്ഞാനത, അവിടെ ഏകാരം നീട്ടിയെടുക്കുക. അവിടെ ഒരു വിസർഗം കൂടിയുണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. ബാക്കി ഈ ശ്ലോകത്തിലൊക്കെ തന്നെയും എളുപ്പമുള്ള പദങ്ങളാണ്. ശുകശാസ്ത്രകഥ, അതൊക്കെ എളുപ്പമുള്ള പദങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈ പുരാണൈശ്ച ഭ്രമാവഹൈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കിം എന്ന് പറഞ്ഞാൽ എന്ത്, ശ്രുതൈർ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രുതൈർ ബഹുഭി, ശ്രുതൈഹി ബഹുഭി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. ബഹുഭി എന്ന് പറഞ്ഞാൽ ധാരാളം. അപ്പോൾ ഈ ധാരാളം കേൾക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ്? ശാസ്ത്രൈ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ, പുരാണൈശ്ച പുരാണങ്ങൾ, ഭ്രമാവഹൈ എന്ന് പറഞ്ഞാൽ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള. അപ്പോൾ ധാരാളം നമ്മളെയൊക്കെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള പുരാണങ്ങളും മറ്റു ശാസ്ത്രങ്ങളും ഒക്കെ കേട്ടതുകൊണ്ട് എന്തു ഫലമാണുള്ളത്? ഇവിടെ സനകാദി മഹർഷിമാർ ചോദിക്കുകയാണ്, ഇതുകൊണ്ടൊക്കെ ഈ നമ്മളെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ടാവാം, കഥകളുണ്ടാവാം, ഇങ്ങനെ ധാരാളം കുറേ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ കേട്ടതുകൊണ്ട് എന്തു ഫലമാണുള്ളത്? അതിന് പകരമാകട്ടെ ഏകം എന്ന് പറഞ്ഞാൽ ഇതൊന്നു മാത്രം, എന്ത്? ഭാഗവതം ശാസ്ത്രം, ഈ ഭാഗവതമാകുന്ന ശാസ്ത്രം ഒന്ന് മാത്രം കേട്ടാൽ മതി. എന്തിന്? മുക്തിദാനേന ഗർജതി, മുക്തിദാനേന മുക്തിയെ നൽകുന്നതാണെന്ന് ഗർജതി, ഗർജിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറക്കെ വിളിച്ചു പറയുന്നു. എന്താ? ഈ ശ്രീമദ് ഭാഗവതം ഒന്ന് മാത്രം കേട്ടാൽ മതി. എന്തിന്? മുക്തിദാനേന മുക്തിയെ നൽകുന്നതാണ്. മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഈ സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങേണ്ടി വരുന്നത് മുക്തിയെ നൽകാത്തതായതുകൊണ്ട്, മുക്തി നൽകുന്നവയിലേക്ക് നമ്മുടെ കാതുകളും മനസ്സും ചെന്നെത്താത്തത് കൊണ്ടാണ്. അതിലേക്ക് എപ്പോഴാണോ നമ്മുടെ ചിത്തത്തെ ഉറപ്പിക്കാൻ കഴിയുന്നത്, അപ്പോഴാകട്ടെ ഈ സംസാര ചക്രത്തിൽ നിന്നും നമുക്ക് ഈ ഭ്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും. ഇവിടെ അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ഇങ്ങനെ പലതരത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള പല കഥകൾ നമുക്ക് പല പുരാണങ്ങളിലും പല ശാസ്ത്രങ്ങളിലും ലഭിക്കും. പക്ഷേ അത് ഇങ്ങനെ ഒരുപാട് ധാരാളം കേട്ടതുകൊണ്ട് എന്തു ഫലമാണുള്ളത്? മറിച്ച് ഈ ഒരു ശ്രീമദ് ഭാഗവത കഥയെന്ന ഈ ഒരു ഒറ്റ ശാസ്ത്രം കേട്ടാൽ മതിയാകും. എന്തിന്? മുക്തിയെ ലഭിക്കുന്നതിനായിട്ട്. കാരണം ഈ ഭാഗവതം തന്നെ പറയുന്നു, ഇത് ഈ ഭാഗവത ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ട് അത് മുക്തിദാനേന എന്ന് പറഞ്ഞാൽ മുക്തിയെ നൽകുന്നതാണെന്ന് അത് തന്നെ ഗർജതി ഉറക്കെ പറയുന്നുണ്ട്. എന്ന് പറയാൻ കാരണം, ഈ ഭാഗവത കഥ ശ്രീശുക മഹർഷിയാൽ പരീക്ഷിത് മഹാരാജാവ് കേവലം 7 ദിവസം കൊണ്ട് കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ചത് മുക്തിയായിരുന്നു, മോക്ഷമായിരുന്നു. എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അകന്നുപോയി. ശ്രീമദ് ഭഗവത്ഗീത മുഴുവൻ കേട്ടതിന് ശേഷം അർജുനൻ എപ്രകാരമാണോ തൻ്റെ മനസ്സിനെ മോഹിപ്പിച്ചിരുന്ന പലതിൽ നിന്നും മുക്തി നേടിയത്, അതേപോലെ ശ്രീമദ് ഭാഗവതം കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവ് തൻ്റെ മനസ്സിനെ ഭ്രമിപ്പിച്ചിരുന്ന പലതിൽ നിന്നും മുക്തി നേടി മനസ്സിനെ ഏകാഗ്രമാക്കാൻ, ഏകമായ പരമമായ സത്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ, അതിൽ തന്നെ നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ട്
പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ചതാകട്ടെ ആ പരമമായ മോക്ഷപദം. അപ്പോൾ ഇവിടെ ഗർജതി എന്ന് പറയുന്നത് കൊണ്ട് ഈ ഭാഗവത കഥ നമ്മളിലേക്ക് എത്തിയത് എപ്രകാരമാണോ ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് ലഭിച്ച ഈ ഭാഗവത കഥ, ആ കഥ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഇതിൻ്റെ മഹത്വം എന്താണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരൊറ്റ ഗ്രന്ഥം, ഈ ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി, ഇത് മുക്തിയെ നൽകുന്നതാണ്, മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതൊരു അനുഭവ കഥയായതുകൊണ്ടാണ് ഗർജതി എന്ന് പറഞ്ഞത്, ഗർജിക്കുന്നു, ഉറക്ക വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈഃ പുരാണൈശ്ച ഭ്രമാവഹൈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശ്രുതൈർ ബഹുഭി, അവിടെ ബ കൂട്ടക്ഷരമാണ്. അതേപോലെ അവിടെ ഒരു വിസർഗമുണ്ട്. ബഹുഭി, അവിടെ ഒരു പകുതി ഹകാരത്തിൽ വായിക്കുക. അടുത്തത് ശാസ്ത്രൈ, അവിടെയും വിസർഗമുണ്ട്. അതേപോലെ പുരാണൈശ്ച ഭ്രമാവഹൈ, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. അതെ, ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ്. ഇനി അടുത്തത് 28 നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് 29 ശ്ലോകം. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. ഇനി ഇത്രയൊക്കെ പറഞ്ഞു. ഈ ഭാഗവത ഗ്രന്ഥം പഠിക്കൂ, ഭാഗവത ശാസ്ത്രം, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ഒരു ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതി, മുക്തിയെ നൽകുന്നതാണ് എന്ന് പറഞ്ഞു. എന്ന് തന്നെയല്ല, ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മറ്റുള്ള മാഹാത്മ്യമാണ് പറയുന്നത്. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. കഥ ഭാഗവതസ്യാപി, ഇവിടെ കഥ എന്ന് പറഞ്ഞത് യാതൊരാളുടെ, ഭാഗവതസ്യാപി നിത്യം, കഥ എന്ന് പറഞ്ഞത് ഈ ഒരു കഥയെ, അതായത് ഭാഗവത കഥയെ, ഭാഗവതസ്യാപി, ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഈ ഒരു കഥയെ നിത്യം എന്ന് പറഞ്ഞാൽ എന്നും, ഭവതി യദ്ഗൃഹേ, ഭവതി എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഏതൊരു ഈ ഒരു ഭാഗവത കഥയെ നിത്യവും പറയുന്നത്, പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ കഥകളെ പറയുന്നത് യദ്ഗൃഹേ, യാതൊരു ഗൃഹത്തിലാണോ. അപ്പോൾ ഏതൊരു ഗൃഹത്തിൽ, ഒരു ഗൃഹത്തിൽ ഒരാളെങ്കിലും ഈ ഒരു ശ്രീമദ് ഭാഗവത കഥയെ നിത്യവും പാരായണം ചെയ്യുകയോ അത് കേൾക്കുകയോ ചെയ്താൽ തദ്ഗൃഹം, ആ ഒരു ഗൃഹത്തിൽ, ഗൃഹം എന്ന് പറയുന്നത് തീർത്ഥരൂപം, തീർത്ഥസ്ഥാനമാകുന്നു. നോക്കൂ, എത്ര വലിയൊരു കാര്യമാണ്. ആരാ പറയുന്നത്? ശ്രീ സനകാദി മഹർഷിമാർ പറയുകയാണ്, യാതൊരു ഗൃഹത്തിലാണോ നിത്യവും ഈ ഭാഗവത കഥയെ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, ഇനി പാരായണം ചെയ്യാനോ കഥ പറയാനോ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേൾക്കുകയെങ്കിലും ചെയ്താൽ ആ ഗൃഹം തന്നെ തീർത്ഥസ്ഥാനമായി മാറുന്നു. കാരണം ആ ഭാഗവത കഥയെ ഒരു ഗൃഹത്തിൽ ഒരാളെങ്കിലും പാരായണം ചെയ്യുകയോ കഥകളെ കേൾക്കുകയോ കഥ പറയുകയോ ചെയ്യണമെങ്കിൽ അത്രയും സുഹൃതികൾക്ക് മാത്രമേ അത് കഴിയൂ. ആ ഒരു ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമെങ്കിലും പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സുഹൃതി വസിക്കുന്ന ഗൃഹം തന്നെ തീർത്ഥരൂപമാണ്, തീർത്ഥസ്ഥാനമാണ്. വസതാം പാപനാശനം. ഇനിയും അത് കഴിഞ്ഞില്ല, ആ ഗൃഹത്തിൽ വസതാം വസിക്കുന്നവരുടെ പാപനാശനം. ആ ഒരു കഥ കേട്ടതുകൊണ്ട്, കഥ പാരായണം ശ്രവിച്ചതുകൊണ്ട് തന്നെ പാപനാശനം, പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാണ്. നോക്കൂ, ഒരു വീട്ടിൽ ഒരാൾ മതി ഒരു ഗൃഹത്തെ തന്നെ ശുദ്ധീകരിക്കാൻ, പാപവിമുക്തമാക്കാൻ.
എത്ര മഹത്തായ ഒരു വരിയാണെന്ന് നോക്കൂ, എത്ര മഹത്തായ ഒരു ശ്ലോകമാണെന്ന് നോക്കൂ. പറയുകയാണ്, ഒരു ഗൃഹത്തിൽ ഒരാളെങ്കിലും ഈ ഒരു ഭാഗവതത്തിലെ ഒരു ശ്ലോകമെങ്കിലും നിത്യവും പാരായണം ചെയ്യുകയോ അത് പഠിക്കുകയോ വേണ്ട ഭാഗവതത്തിലെ കഥകളെ കേൾക്കുകയോ ആ കഥകൾ പറയുകയോ ചെയ്താൽ, അങ്ങനെ ഭാഗവത കഥ പറയപ്പെടുന്ന ഇടം തന്നെ, ആ ഗൃഹം തന്നെ തീർത്ഥസ്ഥാനമായി മാറുന്നു എന്ന് തന്നെയല്ല, ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ പാപങ്ങളൊക്കെയും ഇല്ലാതെയാക്കുന്നു. അത്രമാത്രം ഉഗ്രശക്തിയുള്ളതാണ് ഈ ഭാഗവത ഗ്രന്ഥം. അത്രമാത്രം ഭഗവത് അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഭാഗവത ഗ്രന്ഥം എന്ന ഈ ശാസ്ത്രം, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രം. അതിനെ വേണ്ട വിധത്തിൽ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ കഥകളെ കേൾക്കുകയോ കഥകൾ പറയുകയോ പഠിക്കുകയോ ചെയ്താൽ, ഭഗവാനെ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ശ്രീ സനകാദി മഹർഷിമാർ തന്നെ പറയുന്നു, ആ ഗൃഹം തന്നെ എത്രമാത്രം തീർത്ഥമായി മാറുമെന്ന്. എന്ന് തന്നെയല്ല, ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ പാപങ്ങൾ പോലും ഇല്ലാതെയാക്കാൻ പാപനാശിനിയാണ് ഈ ഭാഗവത ഗ്രന്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ നമ്മുടെയൊക്കെ കൈകളിലേക്ക് ഭഗവാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭഗവാനെ, എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ട് എല്ലാം അറിയുന്ന ഭഗവാൻ അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലേ നമ്മുടെയൊക്കെ കൈകളിൽ ഈ ഭാഗവത ഗ്രന്ഥം എത്തിയത്, ഈ ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ നമുക്ക് കഴിയുന്നത്. ഗുരുവായൂരപ്പ കൃഷ്ണ, എൻ്റെ ഭഗവാനെ, അവിടുത്തെ കാരുണ്യം പറയാവതല്ലേ ഭഗവാനെ. നാരായണ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. കഥാഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം എളുപ്പമുള്ള പദങ്ങൾ തന്നെയാണ്. ഭാഗവതസ്യാപി, ഇതൊക്കെ എളുപ്പമുള്ള പദങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി 30ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.